അപ്പോൾ നമ്മുടെ വണ്ടി ബലേന ബേസ് മോഡലായിരുന്നു. നമ്മളെ അതിലൊരു കസ്റ്റം അല്ലെ ഹെഡ് യൂണിറ്റും നമ്മൾ 4 സ്പീക്കറും കയറ്റിയിട്ടുണ്ടായിരുന്നു. 2 JBL 2 സ്റ്റേജ് 2 കൊയാക്സിലും 2 കോമണന്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓൺഗിയോടെ ഹെഡ് യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു പാട്ടിട്ട് നോക്കാം. എന്ത് मुझसे ही मुझको जुदा कर दिया तेरी नजर ने क्या कर दिया मुझसे ही मुझको जुदा कर दिया मैं रहता हूँ तेरे पास कहीं अब मुझको दिल कहता है कसम से कि थोड़ा थोड़ा प्यार तुमसे कि थोड़ा इकरार तुमसे. അപ്പോൾ ഗായ്സ് വോക്കൽസിന്റെ ക്വാളിറ്റിയും ബേസൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. എടാ അപ്പോൾ നമുക്ക് ഓൺഗിയോയും ഈ JBL ഓൺഗിയോ നമ്മള് 4.1 ഔട്ട്പുട്ട് വരുന്നുണ്ട്. 50 വാട്ട്സും പിന്നെ ഒരു സബ് വൂഫറും കണക്ട് ചെയ്യാം. സബ് വൂഫർ കണക്ട് ചെയ്യുന്നതിന് DSP അല്ലെങ്കിൽ ആംപ്ലിഫയർ വേണം. ഓക്കെ JBL അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ 90 വാട്ട് RMS ഉള്ള സ്പീക്കർ ആണെങ്കിൽ ഇതിൽ നിന്ന് 50 വാട്ട് കണക്ട് ചെയ്താലും വർക്ക് ചെയ്യും. പക്ഷെ ഇതിന് ഫുള്ള് പൊട്ടൻഷ്യൽ പവർ കിട്ടണമെങ്കിൽ ഒരു നിലവിൽ നമ്മളിപ്പോ ഈ ഒരു ഓൺഗിയോടെ ഒരു ഹെഡ് യൂണിറ്റ് 50 വാട്ട് കേട്ടിട്ട് തന്നെ എങ്ങനെ തോന്നുന്നു ഗൈസ് നിങ്ങൾ പറഞ്ഞു. എടാ ഓൺഗിയോ മറ്റേ ഹെഡ് യൂണിറ്റും പിന്നെ നോർമൽ നമ്മൾ 4 ഇത് സ്പീക്കർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ മറ്റേ പിന്നെ ഒരു 360 ക്യാമറ JBLന്റെ അല്ലടാ JBLന്റെ 2 കോമ്പോണന്റ് 2 കോയാക്സിലും കയറ്റി നേരെ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നല്ല വർക്കുണ്ട്. അത് 50 വാട്ടായിട്ട് വർക്ക് ചെയ്യാം. 90 വാട്ടിന്റെ 40 വാട്ടും കൂടെ എന്നുവെച്ചാൽ ഒരു സബിലൊക്കെ കേൾക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എങ്കിൽ നമ്മൾ ഡാമ്പിങ്ങോ അങ്ങനെയുള്ള അനാവശ്യമല്ല കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നോർമലി ആ ഒരു സിസ്റ്റം അങ്ങോട്ട് കയറ്റിയെന്നേ ഉള്ളൂ. പക്ഷെ നല്ല വർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് MRP വരുന്നത് 22K ആണ്. പിന്നെ 360 ക്യാമറ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് 28,500. അത് ഏതാ കമ്പനി സാധനമാണ്? 28,500 ആയിരുന്നു ആദ്യം ഇതിന്റെ ഓൺഗിയോടെ കൂടെ വരുന്ന 360. പിന്നെ 22 പ്ലസ് 13,000 രൂപ കൂടെ ഞങ്ങള് ഓൺകിയ മാറ്റിയിട്ട് നക്കാമിച്ചിയാണ് കൂടെ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നുണ്ട്. നക്കാമിച്ചും കൂടെ ആഡ് ചെയ്ത് 22 പ്ലസ് 13K ആയി. ഫുള്ള് എമൗണ്ട് എത്ര ആയിട്ടുണ്ടാവും? ഫുള്ള് നമുക്കൊരു 10. സ്പീക്കറിനൊക്കെ പാക്കേജിന് എത്ര വന്നിരിക്കുന്നു? സ്പീക്കർ കോയാക്സിയലിന് 4,000, കോമണന്റിന് 6,000 വരുന്നുണ്ട്. ഒരു 48 രൂപയായി മൊത്തം എല്ലാം കൂടെ ചെയ്തപ്പോ. ഓക്കെ. പിന്നെ അതിന്റെ ഇത് ക്യാമറ ക്ലാരിറ്റി ഒന്ന് കാണിച്ചു. ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ പറയാനാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം പകല് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല അല്ലേ. ബെറ്റർ ആണെന്ന് പറഞ്ഞ് നമ്മള് വെച്ചത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇടുമ്പോ 2 സൈഡ് കാണാൻ പറ്റുമല്ലേ? നമുക്ക് ഇൻഡിക്കേറ്റർ ഇടതുവശത്ത് അങ്ങോട്ട് പോവും, വലതിട്ട് അങ്ങോട്ട് പോവും. ഉണ്ട് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഫ്രണ്ട് വ്യൂ പിന്നെ 3D വരുന്നുണ്ട്. 3D ഉണ്ട്. 3D വ്യൂ എല്ലാ സംഭവം ഉണ്ട്. ഉണ്ട് തിരിച്ച് മറിച്ചൊക്കെ നോക്കാം. എന്തായാലും വെർത്താണല്ലേ? വെർത്താണെന്ന് പ്രൈസ് പ്രൈസ്ഡ് ആണോ? ഓവർ പ്രൈസ്ഡ് അല്ല. നല്ല ലിസണിങ് എക്സ്പീരിയൻസ്. ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓൺകിയോ. ഓൺകിയോ എന്ന് പറയുന്നത് ലോസ്ലെസ് കുറെ എക്യുപ്മെന്റ് മറ്റേ ഹെഡ്ഫോൺ ഗിയർ ഒക്കെ ഇറക്കുന്ന കമ്പനിയാണ്. മറ്റേ ഇതൊക്കെ വരുന്നുണ്ടോ? AVR ഒക്കെ വരുന്നുണ്ടല്ലേ? പിന്നെ എല്ലാ സാധനം ഉണ്ട്. DSP നീ ഇപ്പം ബലേനോ ബേസ് വേരിയന്റ് എടുത്ത് ഇതുപോലെ സിസ്റ്റം സെപ്പറേറ്റ് കയറ്റാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് നീ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്? പിന്നെ ഇതിന് അടിപൊളി സാധനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അല്ലടാ നമ്മളൊരു ബഡ്ജറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പറഞ്ഞ പ്രൊഫഷണലിസം അത്യാവശ്യം ഇതിൽ കൊടുത്തിട്ട് തന്നെ 50. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ ഈ 360യെക്കാളും അതിന്റെ ആവശ്യം വരുന്നുണ്ടായിരുന്നു. 360 വേണമെങ്കിൽ വെച്ചാൽ മതി. ഈ ബലേനോ ടോപ്പ് മോഡൽ നമുക്ക് വരുന്നുണ്ട്. സത്യത്തില് നമുക്കൊരു ജസ്റ്റ് ഒരു ഒരു ഹെഡ് യൂണിറ്റും റിവേഴ്സ് ക്യാമറ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലടാ ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ
ഇതുണ്ടല്ലോ ഈ ഡാഷ് ക്യാമല്ല കുറച്ചുകൂടി നമുക്ക് ഡാഷ് ക്യാം നമുക്ക് അതിനകത്ത് റെക്കോർഡിങ് കാര്യമൊക്കെ കിട്ടുമല്ലോ. ഇതാകുമ്പോൾ നമ്മൾ ഈ HD ഇതിൽ റെക്കോർഡ് ചെയ്യാം. ചില ഡിസ്ക് കണക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ USB എന്തെങ്കിലും ഒരു ഡിസ്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ആവും. പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ ഡേറ്റും കാര്യങ്ങളും നമുക്ക് ഡേറ്റ് ഈ പറയുന്ന പോലെ ലൈവ് നേരിട്ട് കൊടുത്താലും ഇപ്പൊ വണ്ടി ഓഫ് ആയി ഇന്നത്തെ കാലത്ത് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ഇന്നത്തെ കാലത്ത് റെക്കോർഡൊക്കെ പറ്റും. വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പറയുന്ന പോലെ ഫ്രണ്ടും ബാക്കും എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ട് പോകണ റെക്കോർഡിംഗ് ആണെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുമ്പോൾ ബാറ്ററി 5 ദിവസം 5 ഡേയ്സ് എടുക്കാതിരുന്നെങ്കിൽ പ്രശ്നമുള്ളൂ. ഡെയിലി ഉപയോഗിക്കുന്നവർക്കാണ് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ബാറ്ററി കണക്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കോംബോ നമ്മൾ ഈ പറയുന്ന പോലെ ബേസ് വേരിയന്റ് എടുത്ത് ചെയ്യാൻ ബഡ്ജറ്റിലേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് അടിപൊളി എന്ന് വെച്ചാൽ ഇത് ഒരു ബഡ്ജറ്റിന് ഒരു കുറച്ച് ഓവർ കില്ല് പോലെ അടിപൊളി സാധനമാണ്. അടിപൊളി, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തു കേട്ടോ. ഒന്നുകൂടി ഇട്ടോ പാട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിഫൈയിലായിരുന്നു നേരത്തെ പ്ലേ ചെയ്തത്. അടിപൊളിയാണ്. ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ട് നോക്ക് അല്ലേ? അതെ, ഹെഡ്ഫോൺ വെച്ച് കേട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ആ ബേസിന്റെ ആ ഡെപ്ത് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താണ് പറയുന്നത്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.